ഇത് ചെയ്യാൻ വേണ്ടി. ഇതിനിടയ്ക്ക് മൂത്തവൻ വന്ന് അച്ഛന് ശ്വാസം കൊണ്ട് നാടിയൊക്കെ നോക്കണം. ഇളയവൻ ഇത്രയും മണിക്കൂർ അവിടെ തന്നെ ഇരുന്നെങ്കിലും ഇതിൻ്റെ ഭസ്മം കർപ്പൂരം എന്തൊക്കെ വാങ്ങണത് 4 മണിക്ക് ശേഷമാണ്. സമാധി നമുക്ക് ഉറപ്പ് വരുത്താൻ വേണ്ടി. നമ്മൾ എൻ്റെ കുടുംബത്തിൽ അങ്ങനെയൊന്നുമില്ല. നമ്മളൊക്കെ എല്ലാം ക്രിസ്ത്യാനികളായതുകൊണ്ട് അമ്മ വാ എന്ന് നോക്കി എന്നെ വിളിച്ചുകൊണ്ട് പോയപ്പോൾ അച്ഛൻ അങ്ങനെ ഒരുമാതിരി ഇങ്ങനെ ഇരിക്കണേ. ഞങ്ങൾക്ക് എന്ത് ഇങ്ങനെ ഇരിക്കണേ, അത് അമ്മ അച്ഛൻ സമാധി. അപ്പം ഞാൻ അറിയാതെ അങ്ങ് കരഞ്ഞു. അപ്പോൾ അമ്മ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കല. അച്ഛൻ എൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുള്ള അമ്മയടുത്ത് പറഞ്ഞു തരാം, എന്തായാലും ചേട്ടനെ വിളിക്കട്ടെ ഞാൻ. അമ്മ വാ. ലോകം ഒട്ടാകെ കൈലാസന് തൊഴാൻ ഭക്തർ എത്തുന്നത് മഹാപുണ്യമാണ്, വരുന്നവർക്ക് മഹാപുണ്യമാണ്. കാരണം ഈ ശിവനെന്ന് പറഞ്ഞാൽ ആർക്കും പിടിച്ചു വയ്ക്കാനുള്ള ക്ഷേത്രമല്ല. വേറെ ഒരു ദേവനെയും പൂജിക്കാൻ ആർക്കും പിടിച്ചു വയ്ക്കാൻ പറ്റില്ല, ദേവന്മാരെ. അതും കൈലാസനെ ഭജിക്കുന്നവർക്കും പൂജിക്കുന്നവർക്കും അതിൻ്റെ ഗുണഗണങ്ങളും സത്യസന്ധതകളും ഉള്ളവർക്ക് ഇതിൻ്റെ പുണ്യം ഉണ്ടാകും. കാരണം ഞങ്ങൾ പിച്ചക്കാരെ പോലെ കിടങ്കിലും നമ്മൾ ശിവക്ഷേത്രം വയ്ക്കാതെ ശിവനെ ധ്യാനിച്ചാണ് ഇതെല്ലാം കാണുന്നത്. അത്ര പോത്ര എനിക്ക് ശ്വാസം മുട്ടലൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ രാത്രി മൊത്തം അടുക്കള ജോലിയും ചെയ്തിട്ട് പകൽ തയ്ക്കും, വിറവ് വെച്ചോടും ചെയ്യും, മക്കളെ നേഴ്സറി കൊണ്ടുപോകും. ഇതിനൊപ്പം ഞാൻ എൻ്റെ ഭർത്താവിനോട് എൻ്റെ ഈ അസുഖം എല്ലാം ആ ഭഗവാന്റെ നാമം പറഞ്ഞ് പോകുമ്പോൾ അതിൻ്റെ പടിപടിയോ ആരോഗ്യം തന്ന് ബുദ്ധി തന്ന് പിള്ളേർക്ക് അതേപോലെ എൻ്റെ ഭർത്താവിന് അതേപോലെ. നമ്മുടെ ഒരൊറ്റ പൈസ കള്ളത്തരത്തിൽ ഈ ക്ഷേത്രത്തിന് ഭഗവാന് കൊടുത്തിട്ടില്ല, ഒരിക്കലും കൊടുത്തിട്ടില്ല. മനസ്സിലായ? എൻ്റെ മക്കൾ 2 പേര്, ഒരാൾ പ്ലംബിങ് പണിയും വയറിങ് പണിയും, മോൻ വയറിങ് ചെയ്ത് പണിയാണ് പഠിപ്പിച്ച് അതിൽ പൈസ കിട്ടുന്ന പിള്ളേർ. അച്ഛാ ഈ മാരുതി കമ്പനിയിൽ പോണില്ലേ, അവനും കിട്ടണേ അച്ഛാ 5 പൈസ മദ്യമോ ബീഡിയോ നമ്മൾ മക്കളും അച്ഛനും കഴിക്കില്ല. അങ്ങനെ പാഴാക്കിയില്ല ഞങ്ങൾ. നിങ്ങളുടെ തുറന്ന് പറയാമല്ല, ഞങ്ങൾ എല്ലാവരും 500, 1000 ഇറച്ചി മീനൊക്കെ വാങ്ങും. നമ്മൾ 50 രൂപയുടെ മലക്കറി വാങ്ങിച്ച് 3 ദിവസം കഴിച്ച് കൂട്ടി ജീവിച്ചവരാണ്. മുരിങ്ങയില ഒക്കെ പറിച്ച് ഈ വിളയിൽ ഞാൻ ഇരിക്കുന്നിടത്ത് കൃഷി കത്തിരിക്ക, വെണ്ടയ്ക്ക, ഇങ്ങനെയുള്ള പച്ചമുളക്, ഇങ്ങനെ കൊച്ചു മലക്കറി നടും. പൈസ കൂടുതൽ കിട്ടുമ്പോൾ മാർക്കറ്റിൽ ഈ എല്ലാവരും യൂണിയൻ ജോലിയും ചെയ്ത് മാർക്കറ്റിൽ നിന്ന് മലക്കറി കൊണ്ടുപോകും. എൻ്റെ ഭർത്താവ് മോട്ടിച്ച് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് എല്ലാം കിഴക്ക് നാട് ഈ കച്ചവടക്കാർ ലോഡ് കൊണ്ടുപോകുന്നത് അറിയാം. ഗോപസ്വാമി ഈ ചാക്കിൽ നിന്ന് ഒരു മലക്കറി എടുത്തിട്ടില്ല എന്നുള്ള നാമത്തിലാണ് നമ്മൾ ജീവിച്ചത്, മോട്ടിച്ചിട്ടില്ല. പക്ഷേ 500 തേങ്ങ ഈ വസ്തു എത്രയും വാങ്ങിച്ചപ്പോൾ ഞങ്ങൾക്ക് വെട്ടാണ്ടായിരുന്നു. വാങ്ങിച്ചപ്പം ഈ 500 തേങ്ങ 2 മാസത്തിലൊരിക്കൽ ഞങ്ങൾ വെട്ടി കൊണ്ട് വിൽക്കും, അങ്ങനെയും പൈസ ഉണ്ടാക്കി. പക്ഷേ ഈ ക്ഷേത്രങ്ങളൊക്കെ വന്നപ്പോൾ ഞങ്ങൾ തെങ്ങ് മുറിച്ച്. മനസ്സിലാക്കണം, ആ അനുഭവം എല്ലാം പോയിട്ടാണ് തെങ്ങ് മുറിച്ച്. ഒരു പ്രാവശ്യം ഇവിടെ വാങ്ങിച്ചു, ഒരു പ്രാവശ്യം അവിടെ വാങ്ങിച്ചു, 3 പ്രാവശ്യമായിട്ടാണ് ഇത്രയും വസ്തു നമ്മൾ വാങ്ങിച്ചത്. നാട്ടുകാരെ ഭഗവാൻ നോക്കൂല, ഭഗവാന്റെ ഭക്തർക്ക് ഇടം ഭഗവാൻ കൊടുത്തോളും. അത് നിങ്ങൾക്ക് അറിഞ്ഞൂടാ. ആര് വന്നാലും ഭക്തർ വരമ്പം സ്വീകരിക്കും. ആക്കട്ടെ, നമുക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം ഈ കോടിക്കണക്കിന് ഈ കാണുന്ന ഭൂമി അത്ര ശിവലിംഗമാണ്. അതാണ് ഭൂമി പ്രളയം, ഭൂകമ്പം, അത് ഇത് എല്ലാം മാറും. ആര് സത്യമുള്ളവർ വന്നാൽ ശിവൻ കൂടെ നിൽക്കും. മനസ്സിലാക്കണം. നമ്മളെ കൂടെ ഇപ്പോഴും എനിക്കിതാ വയ്യാന്ന് കിടന്നെങ്കിലും നമ്മളെ ആവശ്യങ്ങൾ ഭഗവാനെ വിചാരിച്ച് 10 മിനിറ്റ് ഇരിക്കുമ്പോൾ അതിൻ്റെ ശക്തി ഭഗവാൻ തരും. എനിക്ക് നിന്ന് ഓടിച്ചാടിയൊന്നും ജോലികളും ചെയ്യാനുള്ള ആരോഗ്യമില്ല. നല്ല ആരോഗ്യത്തോടെ എല്ലാ കാര്യം നടത്തിയേനെ. ഇപ്പം ഈ സങ്കടം വന്നപ്പം ബുദ്ധി വരെ ഇല്ല. എൻ്റെ ഒരു പറഞ്ഞത് രാത്രി രാവിലെ 2 ദിവസം മുമ്പ് ഈ സമാധി ആവണ സമയത്ത് ക്ഷേത്രത്തിൽ അവർക്ക് പഴം പാൽപ്പായസമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം സമാധി എന്നും മോനും അച്ഛനും കൂടെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആവശ്യമെല്ലാം കഴിഞ്ഞിട്ട് അച്ഛനെ വിളിച്ചു. ദീപാരാധന കഴിഞ്ഞിട്ട് ഈ കൊറോണ വന്നശേഷമാണ് ആൾക്കാരൊക്കെ വലിയ കുറഞ്ഞത്. എന്നിട്ട് ഇടയ്ക്ക് അടയിട്ടിട്ട് വീണ്ടും മക്കളെ ഇങ്ങനെ ഭഗവാന്റെ പൂജ മുടക്കരുത്, നീ തുറ. അപ്പം അങ്ങനെ നാട്ടുകാർക്ക് ദർശനം കൊടുക്കുന്നത് ഈ ഗണേശൻ, ദേവി ഇങ്ങനെയുള്ള പ്രതിഷ്ഠകൾ അതിനകത്ത് വച്ചിട്ട് നാട്ടുകാർക്ക്. അപ്പോഴും ഞാൻ പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, അവിടെ റെക്കോർഡുണ്ട് കാവിൻ്റെ അവിടെ, ഹാണ് കേൾക്കുമ്പോൾ നിങ്ങൾ വരി തൊഴാൻ. ഇതിനകത്ത് ഇനി അടച്ചിട്ടുന്ന ക്ഷേത്രത്തിൽ കലശപൂജയും മറ്റുള്ള പൂജയൊക്കെ ചെയ്ത് ഭഗവാനെ ഒന്നേന്ന് ഉണർത്തണം. ധ്യാനം കൊണ്ടാണ് ഈ ഭഗവാൻ ഇവിടെ വന്നത്. ഇനി ധ്യാനം കൊണ്ട് ഉണർത്തിയില്ലെങ്കിൽ അത് വെറുതെ പൂജ ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ആ ധ്യാനം കൊണ്ട് കലശപൂജയും അങ്ങനെ നടത്തുന്നിടത്തോ കൂടെ എൻ്റെ ഭർത്താവ് സപ്പോർട്ടായിട്ടേ ഉള്ളൂ.
മനസ്സിലായി. കണ്ണിന് കാഴ്ചക്കുറവ്, ചാടി ചാടി നടന്ന് ഓടിപ്പോകാനുള്ള ആരോഗ്യക്കുറവ്. ഈ 70-78 വയസ്സായെങ്കിലും അവർ ചെയ്ത ജോലി നമ്മളെപ്പോലെ ആരും ചെയ്തിട്ടില്ല. അത്ര ലോഡൊക്കെ. പിന്നെ ഈ അന്ന് രാവിലെ പൂജയും കഴിഞ്ഞിട്ട് വന്ന് ചൂട് കഞ്ഞി കുടിച്ചു കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് മോനും അച്ഛനും കൂടി സമാധി ആയ സമയം 11 കഴിഞ്ഞപ്പോഴാണ്, 11 ആയപ്പോഴാണ് എൻ്റെ അമ്മ അച്ഛന് വയ്യ എന്ന് പറഞ്ഞു ആദ്യം. അപ്പം ഞാൻ അപ്പോൾ ഞാൻ പെട്ടെന്ന് അമ്മ വാ എന്ന് നോക്കി എന്നെ വിളിച്ചുകൊണ്ട് പോയപ്പോൾ അച്ഛൻ ഇങ്ങനെ ഇരിക്കണേ. ഞാൻ കേട്ട് ഇങ്ങനെ ഇരിക്കണേ, അത് അമ്മ അച്ഛൻ സമാധി. അപ്പം ഞാൻ അറിയാതെ അങ്ങ് കരഞ്ഞു. അപ്പോൾ അമ്മ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കല. അച്ഛൻ എൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുള്ള അമ്മയടുത്ത് പറഞ്ഞു തരാം, എന്തായാലും ചേട്ടനെ വിളിക്കട്ടെ ഞാൻ, അമ്മ വാ എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ മരുമോളെ. അപ്പോൾ എൻ്റെ കൂടെ അവളും എൻ്റെ പുറകെ നിന്ന് വന്നു. എന്നിട്ട് മരുമോളും എന്നെ ഇവിടെ കൊണ്ടുവന്ന് അവനെയും ഫോൺ വിളിച്ച് മൂത്തവൻ വന്നു. ഈ 11:30 മുമ്പ് 11:30 കഴിഞ്ഞു തോന്നുന്നു അവൻ വന്നത്. മോൻ 11:15 മൊബൈൽ ഫോണെത്തി. അങ്ങനെ അവൻ ബൈക്കിൽ എങ്ങനെ വന്ന്. അങ്ങനെയൊക്കെ കാര്യങ്ങൾ നീങ്ങിയെങ്കിലും ഈ സമാധിയുടെ മുഹൂർത്തം ഒക്കെ ഉണ്ടല്ലോ, ഇത് അതിൻ്റെ പൂജകൾ, ആ പൂജ ഇത് അസുരഗണം ദേവഗണം ഇങ്ങനെയുള്ള മുഹൂർത്തങ്ങളുണ്ടല്ലോ. അപ്പോൾ ദേവമുഹൂർത്തത്തിൽ രാമമുഹൂർത്തം എന്ന് പറയും. അങ്ങനെ ആ രാമമുഹൂർത്തത്തിൻ്റെ സമയത്ത് ഇത് ചെയ്യാൻ വേണ്ടി ഇതിനിടയ്ക്ക് മൂത്തവൻ വന്ന് അച്ഛന് ശ്വാസം കൊണ്ട് നാടിയൊക്കെ നോക്കണ്. ഇളയവൻ ഇത്രയും മണിക്കൂർ അവിടെ തന്നെ ഇരുന്നെങ്കിലും ഇതിൻ്റെ ഇത് ഭസ്മം കർപ്പൂരം എന്തൊക്കെ വാങ്ങണത് 4 മണിക്ക് ശേഷമാണ് സമാധി നമുക്ക് ഉറപ്പ് വരുത്താൻ വേണ്ടി. അപ്പം ശരീരം എല്ലാം ഇരുന്ന ഇരിപ്പിൽ അങ്ങ് ഇരിക്കുകയാണ്. പിന്നെ സാധനങ്ങൾ, പൂജാ സാധനങ്ങൾ, പിന്നെ പോസ്റ്റർ ഒട്ടിക്കാൻ ഇങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ മൂത്തവനെ പറഞ്ഞേച്ച് വാങ്ങിക്കണമെങ്കിലും ഇളയവൻ അവിടെ നിന്ന് പിന്നെ സിമൻറ്റ് മേടിക്കുന്നു. സിമൻറ്റും മൂത്തവൻ വാങ്ങിച്ചുകൊണ്ട് കൊടുത്ത് പിന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ അവനെ അറിയാവും. കാര്യങ്ങളൊക്കെ അവൻ കുറേശ്ശെ പിന്നെ അത് അവർ ഈ സത്യം നിറവീട് സത്യമായിട്ട് ഈ ഭഗവാൻ കേൾക്കാൻ പറഞ്ഞ ആ കാലൊക്കെ സുഖമായിരിക്കുമ്പം ബന്ധുക്കൾ വന്നും പോയെന്നൊക്കെ അവരൊക്കെ ക്രിസ്ത്യാനികളാണ്. ആരും അമ്പലാണ്ട് തങ്ങി നിൽക്കില്ല, മനസ്സിലായ. നട തുറക്കണ സമയത്ത് അവർ വരില്ല, ഉച്ച സമയമൊക്കെ വരും. അന്ന് ചൂടുവെള്ളത്തിൽ കുളിച്ചും കൊണ്ടാണ് അമ്പലത്തിൽ നടന്നു പോയത്. വെള്ളം ചൂടാക്കി പച്ചവെള്ളത്തിൽ ഇത്രയും നാളായി. കൊറോണ വന്നതിന് ശേഷം അവർ പച്ചവെള്ളത്തിൽ കുളിച്ചിട്ടില്ല. നമ്മൾ കൊറോണയുടെ ഇഞ്ചക്ഷനൊന്നും വെച്ചില്ല, നമുക്ക് ആ അസുഖവും വന്നില്ല, ആർക്കും വന്നില്ല. അവിടെ സരസ്വതി ഹോസ്പിറ്റലിൽ ഈ കാലിൻ്റെ വ്രണം പൊറുക്കാൻ വേണ്ടി മാത്രം ദിവസങ്ങളൊക്കെ എടുത്ത് വീട്ടിൽ. അപ്പോഴേ ഈ മോഹൻ സാറ് എല്ലാവരും വന്ന് നോക്കിയ കാല് വയ്യ, അപ്പോഴൊക്കെ കിടപ്പാണ്. പക്ഷേ ഈ കൊറോണ വന്ന ശേഷം 3-4 വർഷമായില്ലേ, ഇപ്പോൾ 2 കൊല്ലം കൊണ്ട് അവർക്ക് കിടപ്പെന്ന് പറഞ്ഞാൽ പാടെ കിടന്നിട്ടില്ലല്ലോ. കാല് വയ്യ, അന്നും എഴിച്ചൊക്കെ ഇരിക്കും. കാലിൻ്റെ വേദന കൊണ്ട് കൂടുതലും കിടക്കും. കാലിൻ്റെ വേദന ആദ്യം കഴിഞ്ഞ് 2ാമത്തെ ഡ്രസ്സിങ്ങൊക്കെ പോയപ്പോൾ അവിടെ അപ്പോഴാണ് അവർ അസുഖം ഒന്നേന്ന് അവർ ചെക്കപ്പ് ചെയ്ത് പ്രായം അനുസരിച്ച് എന്തൊക്കെ അസുഖം. അപ്പം BP ഗുളി കഴിക്കണം, പിന്നെ ഷുഗർ കൺട്രോൾ ചെയ്ത്. ഇല്ല, ഞാൻ പോണത് ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ചല്ലായിരുന്നു കാപ്പിയൊക്കെ കുടിച്ച് ചായ കുടിച്ചും കൊണ്ട്. ഞങ്ങളെല്ലാവരും ഇറങ്ങുമ്പോൾ മരുമോൾ ഇത് നമ്മൾ 2 പേരും നനയ്ക്കാൻ കാണും. അടുക്കളയിൽ കുറേയൊക്കെ തീരുള്ളൂ, പിന്നെ കാണും. അപ്പം അതുപോലെ ആയതുകൊണ്ട് നമ്മൾ അങ്ങനെയൊന്നും ശ്രദ്ധിക്കില്ല. അവരവരെ പണ്ടേ ഞാൻ ഒരു ജോലി ചെയ്യുമ്പം നമ്മളിങ്ങനെ എല്ലാവരും കൂടിയിരുന്നുള്ള ജോലി പണ്ടേ ഇല്ല. കാരണം നമ്മൾ അത്രയ്ക്ക് കഷ്ടപ്പെട്ട് ജീവിച്ചത്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഭർത്താവും കുറേ ആൾക്കാരും വന്നിരുന്ന് സംസാരിച്ച് വെള്ളം വേണമെന്ന് വിളിച്ച് കേട്ടാണ് കൊണ്ടു കൊടുക്കണം. അല്ല ഞാൻ ഈ സംസാരത്തിൽ കൂടെ ഇരുന്നെന്നും എനിക്കിഷ്ടമില്ല. ഒരുപാട് പേര് വന്ന് ആരുടെയൊക്കെ സംസാരിച്ചപ്പോൾ നമ്മളെ ജോലി മുടങ്ങും. ഇങ്ങനെയൊക്കെ ഒന്നും പറഞ്ഞില്ല മോളെ. എനിക്ക് സമയമായി, ഞാൻ പോവും. ഈ ഒരു വാക്ക് ആ വെളുപ്പരാവിലെ കുടിച്ച് പറഞ്ഞെങ്കിലും ഞാൻ ഇത് ചിന്തിച്ചില്ല, ആവർത്തിച്ചില്ല. നേരം വെളുത്ത് മക്കളുടെയും പറഞ്ഞില്ല. കാരണം ചുമ്മാ നല്ല ആരോഗ്യമുള്ള സമയത്ത് തമാശയായിട്ടുള്ള ജീവിതം ഉള്ള മനുഷ്യനാണ്, അതേപോലെ എന്ന് കരുതി. അപ്പം ഇങ്ങനെയൊക്കെ പാടെ വീഴും കിടക്കും ഇങ്ങനെയൊക്കെ ആകുമെന്നും എൻ്റെ കുടുംബത്തിൽ അങ്ങനെയൊന്നുമില്ല. നമ്മളൊക്കെ എല്ലാം ക്രിസ്ത്യാനികളായതുകൊണ്ട് ഞാനും ഈ ക്രിസ്ത്യാനി ആയില്ല. എൻ്റെ അമ്മയൊക്കെ ഹിന്ദുക്കളാണെങ്കിലും കല്യാണം കഴിച്ചത് ക്രിസ്ത്യാനികളാണ്. എൻ്റെ അനിയത്തി, ഞങ്ങൾ 7 പേരുണ്ട് പെൺപിള്ളേർ. അതിൽ ഞാൻ മറ്റുള്ളവരൊക്കെ ക്രിസ്ത്യാനികളൊക്കെയാണ് കെട്ടിക്കൊണ്ട് പോയത്. ഇത് ഹിന്ദു
ഒരു ആദ്യം എൻ്റെ വിവാഹത്തിന് മുമ്പ് പിന്നെ ഈ ഇത് ഇവിടെ കണ്ണറവള ഒരു വൈദ്യ ചികിത്സ അങ്ങേര് യോഗ പിന്നെ മരുന്നരിക്കണ അങ്ങേര് പോലീസായിരുന്നു. അപ്പം കണ്ണറവള അവിടെ എവിടെയാണ് എനിക്ക് സ്ഥലം അറിഞ്ഞൂടാ, പറയണ സ്ഥലത്തിൻ്റെ പേര്. അവിടെ ഈ യോഗയൊക്കെ ചെയ്യാനും മരുന്നരിക്കാനും ഒക്കെ അങ്ങേര് ശിക്ഷനായിട്ട് എൻ്റെ ഭർത്താവ് അവിടെ നിന്നു. അങ്ങേര് പോലീസ് ഓഫീസർ ജോലിക്ക് പോകുമ്പം ശിക്ഷനായിട്ടാണ് മരുന്നരിക്കണത് എല്ലാം പറഞ്ഞിട്ട് പോവും ചെയ്യണത്. അങ്ങേര് കരാട്ടെ എന്ന് പറഞ്ഞ സാധനമൊക്കെ ചെയ്യാൻ അങ്ങേരിക്ക് അറിയാം ഈ പോലീസുകാരൻ. അങ്ങനെ എൻ്റെ കല്യാണത്തിന് പോയി ഒക്കെയാണ്. എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉറങ്ങി കിടക്കുമ്പോൾ എഴിച്ച് ചമ്മണം കൂടി തിരിയും എപ്പോഴും എവിടെ ഇരുന്നാലും തിരി കത്തിച്ച് വച്ച് ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ രാത്രി നമ്മൾ ഉറക്കത്തിന് എന്തിന് എഴിച്ചിരിക്കണമെന്നാണ് ഞാൻ ചോദിച്ച് കരഞ്ഞിട്ടുണ്ട് കൂടെ. അപ്പോൾ അതിന് ശേഷമാണ് എനിക്ക് ശിവനാരെന്നും ഇങ്ങനെ ഓം നമ ശിവ എന്തുണ്ടെങ്കിലും ഭഗവാൻ നമ്മളെ രക്ഷിക്കും, നീ വേറെ ഒന്നും ചിന്തിക്കുന്നത് ഓം നമ ശിവ പറഞ്ഞ് നീ നിൻ്റെ കാര്യം നോക്ക്, അങ്ങനെ പോവും. പക്ഷേ നമ്മൾ ആഹാരത്തിന് വേറെ ഒന്നിനും കുറച്ചിട്ടില്ല. വർഷം തോറും വിട്ട് ഈ ആശ്രമത്തിലൊക്കെ പോകുമ്പോൾ 2-3 ദിവസമൊക്കെ ചിലപ്പം മരുത്തോമലയിൽ നമ്മൾ വച്ചത് ഈ നാട്ടുകാർ തന്നെ ചെന്ന് മരുത്തോമലയിൽ ഓടാണ് ഇട്ടത്. ലാറി പിടിച്ച് സാധനങ്ങളും തടികളും ഒക്കെ കൊണ്ടുപോയി ഈ നാട്ടുകാരൊക്കെ ഉണ്ട്. പിന്നെ ഈ തമിഴ്നാട്ടിൽ കോമ്പ ആശ്രമം വർഷം തോറും അവിടെ സമാധി വാർഷികമുണ്ട്. എൻ്റെ മക്കളെയൊക്കെ കൊണ്ട് ശുചീന്ദ്രത്ത് കുഞ്ഞുണ്ണ സമയത്ത് ശുചീന്ദ്രത്ത് മക്കൾക്ക് ചോറ് കൊടുക്കണം ശുചീന്ദ്രത്ത്. അങ്ങനെ അവരുടെ വർഷം തോറും ഞങ്ങളെ കൊണ്ടുപോകും. അങ്ങനെയൊക്കെ യാത്രയും ചെയ്യും. നമ്മൾ ആവശ്യത്തിന് ഒരു TV വാങ്ങിച്ച് തന്നിട്ടുണ്ട്. ഒരു റെസ്റ്റ് എടുക്കാതെ ശിവന് അറിയാം ഒരു റെസ്റ്റ്. ഇത്രയും റോഡിൽ ഇത്രയും വീതിക്ക് മണ്ണ് ഒറ്റയ്ക്ക് തട്ടണമെങ്കിൽ ആൾ എങ്ങനെ ആ ഭഗവാന്റെ കടാക്ഷയില്ലെങ്കിൽ വല്ലതും നടക്കൂ. അതുകൊണ്ട് ഭഗവാന്റെ ധ്യാനം നമ്മൾ ശിവൻ വെച്ച് ഈ ലോകം മൊത്തം നിറച്ച് ശിവലിംഗങ്ങളും വെച്ച് പൂജിക്കുന്നവർക്ക് അതിൻ്റെ മാഹാത്മ്യം ഉണ്ടാകും. നമ്മളിപ്പം ഇങ്ങനെ ക്യാസും വഴക്കായത് പണ്ട് ശിവനെ പൂജിക്കുമ്പോൾ അവസാനത്തെ ടെസ്റ്റാണ്. 1 മുതൽ 10 വരെ പോയിട്ട് 10ാം ക്ലാസ്സിലെ ടെസ്റ്റ് എന്ന് പറയണത് ഇപ്പം പ്രീ ഡിഗ്രിയൊക്കെ പോകണമല്ല, അതേപോലെ ഒരു ടെസ്റ്റാണ്, പരിശോധനയാണ് ഈ ഭൂമിയിൽ നാട്ടുകാർക്ക് കൊടുത്തിട്ടുള്ളത്. ഈ നാട്ടുകാർ എന്ത് പ്രതികരിക്കും, ശിവൻ്റെ ചോദ്യത്തിന് മറുപടി ഈ നാട്ടുകാരനെ പറയണം. സത്യം അതാണ്.